ഒഡീസയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളും BJP ആണ് നേടിയത്, 1 സീറ്റ് കോൺഗ്രസ് ആണ് നേടിയത്. ആ 20 സീറ്റുകളിൽ നിന്ന് 6 MP ഉടൻ തന്നെ രാജിവെക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവർ രാജിവെക്കേണ്ട സാഹചര്യമാണ്. കാരണം അവർ BJD-യിലേക്ക് എത്തിയാൽ, അതായത് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിൽ എത്തിയാൽ സ്വാഭാവികമായും കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരും. അങ്ങനെയാവുമ്പോൾ അവരുടെ MP സ്ഥാനം അത് അയോഗ്യമാകും. തീർച്ചയായും അവർക്ക് രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നവീൻ പട്നായിക്കിനെ കണ്ട് ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJP MP നില വീണ്ടും പരിങ്ങല്ലാവും. 240 MP നിലവിൽ ലോക്സഭയിൽ BJPക്ക് ഉള്ളതെങ്കിൽ അത് 234 കുറയുമെന്ന് വ്യക്തമായി. അതായത് BJPക്ക് വലിയ പ്രഹരമാണ് ദേശീയ തലത്തിൽ ഇത് കാരണം ഉണ്ടാകാൻ പോകുന്നത്. വളരെ വൈകാതെ തന്നെ രാജസ്ഥാനിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമുള്ള BJP-യിലെ MP പലരും രാജി സന്നദ്ധത അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ വൈകാതെ തന്നെ 3 മാസത്തിനകം ആ സംഭവം നടക്കും. BJPക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ NDAയുടെ പച്ചപ്പിലാണ് ഇപ്പോൾ നിലവിൽ 3ാം നരേന്ദ്രമോദി സർക്കാർ തട്ടിക്കൂട്ടിയിരിക്കുന്നത്. അത് വെറും തട്ടിക്കൂട്ട് മന്ത്രിസഭയാണ്. എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞ് ചീട്ട് കൊട്ടാരം പോലെ നിലം പതിക്കാം. അത് നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് BJPയുടെ അംഗബലം വീണ്ടും ക്രമാതീതമായി കുറയാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും BJPയുടെ ടാലി 200 താഴെയാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കൃത്യമായൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നത്. ഒരു ഘട്ടത്തിലും BJPക്ക് ഊന്നാൻ ഇടം കൊടുക്കരുത് എന്ന രീതിയിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നീങ്ങുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം കൂടുതൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ അവരോടൊപ്പം ചേരുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ഒഡീസയിലെ മുൻ മുഖ്യമന്ത്രിയായ, ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് തന്നെയാണ്. വളരെ വൈകാതെ തന്നെ ഒഡീസയിൽ BJP ഭരണം നിലം പതിക്കും എന്ന് തന്നെയാണ് നവീൻ പട്നായിക് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ശരിവെക്കുന്നു എന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ കാത്തിരിക്കേണ്ടി വരും. എല്ലാ കണ്ണുകളും ഒഡീസയിലേക്ക് നീങ്ങുകയാണ്. ഏത് സമയവും അവിടെ മുഖ്യമന്ത്രി രാജിവെക്കാനുള്ള സാഹചര്യമുണ്ട്. വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനപ്രിയനായ നവീൻ പട്നായിക് അധികാരത്തിലേക്ക് വരുന്നത് ഒരു രീതിയിലും സംശയത്തോടെയല്ല, ജനങ്ങളുടെ ആശീർവാദത്തോടു കൂടി വീണ്ടും അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. BJPയുടെ അംഗബലം ഒഡീസയിൽ MP രാജിവെക്കുന്നതോടുകൂടി ക്രമാതീതമായി കുറയും.